ഹലോ നമസ്കാരം. ഹലാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ചൂസ് യു കെ? എന്തിന് യു കെ ചൂസ് ചെയ്യണം, അതും ഹോല വേൾഡ് വഴി? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, യു കെ ഒരു നല്ല സൂപ്പർ സ്റ്റഡി ഡെസ്റ്റിനേഷനാണ്. അതിനെപ്പറ്റി വേണ്ട വിധത്തിലുള്ള അറിവ് മാർക്കറ്റിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് യു കെ പേടി സ്വപ്നമായിട്ട് പലയിടത്തും നിൽക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയുള്ളവർ യു കെ തിരഞ്ഞെടുക്കണം എന്നൊക്കെയായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് ഒന്ന് പറയാം. IELTS വേവർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പല ആവർത്തി IELTS പരീക്ഷ എഴുതി നോക്കിയിട്ട് ക്ലിയർ ആവാത്തവരാണോ? പ്രത്യേകിച്ച് നമ്മൾ ഈ ഹെൽത്ത് കെയർ പ്രോഗ്രാംസിനൊക്കെ IELTSന് ഓവറോൾ ബാൻഡ് 7 വേണം. അതുപോലെ തന്നെ PTക്ക് 65 വേണം. അപ്പം ഓസ്ട്രേലിയയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി കുട്ടികൾ ചിലപ്പോൾ ചിലർ 6ഉം 7ഉം മട്ടുമൊക്കെ എഴുതിയിട്ടും കിട്ടാതെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പറയുകയും ചിലപ്പോൾ ഒരു ഇൻടേക്ക് മിസ്സായി ഇൻടേക്ക് ഡിപ്പർ ചെയ്യുന്നു, ഒരു വർഷം കളയുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർ ഒത്തിരി സമയം കളയണ്ട, നിങ്ങൾ യു കെക്ക് പൊക്കോ. കാരണം പ്രത്യേകിച്ച് ഈ നേഴ്സിംഗ് പോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നോക്കുന്ന കുട്ടികൾ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച യൂണിവേഴ്സിറ്റി കിട്ടാതെ വന്നേക്കാം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാത്ത ഒത്തിരി പേര് ഓസ്ട്രേലിയക്ക് ഇൻഎലിജിബിൾ ആയി പോകുന്നുണ്ട്. ഇതുപോലെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതെ അവർക്കൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ഒരു സെക്കൻഡ് ഓപ്ഷനാണ് യു കെ കൺസിഡർ ചെയ്യാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യു കെ പോയി ഇത്ര നാൾ പഠിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. അതെ. ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്നവർ പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കും. അവരിത് പഠിച്ചു കഴിയുമ്പോൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ പിന്നെ ഈ പരീക്ഷ പെട്ടെന്ന് ക്ലിയർ ആവുന്നൊരു കാര്യമേ ഉള്ളൂ. പക്ഷേ ഇനി ഓസ്ട്രേലിയയിൽ നമുക്ക് പുതിയ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ അതെ. NCLEX-RN OSCE വെച്ചിട്ടാണ് കിട്ടുന്നത്. നോർമലി ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക്. അത് യു കെ പഠിച്ചവർക്കും യു കെയിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ യു കെയിൽ പഠിക്കുകയും 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. 1880 മണിക്കൂർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഒരു കൊല്ലം എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഈ ഇത്ര എക്സ്പീരിയൻസും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. പണ്ട് വേറെ പല വഴികളുണ്ടായിരുന്നു അല്ലേ? ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ വഴിയായിരുന്നു, കുറച്ചധികം കടമകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ലോങ് ടൈമിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ആണ് താല്പര്യം ഉള്ളതെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ അതിന്റെ റിക്വയർമെന്റ്സ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് യു കെ. അതെ. IELTS ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ എഴുതിയ സ്കോർ വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുള്ളത്, നമുക്ക് യൂണിവേഴ്സിറ്റീസിൻ്റെ സൈഡിൽ നിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യേണ്ടി വന്നേക്കാം. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നോളും. പറഞ്ഞ രജിസ്ട്രേഷൻ നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും സത്യത്തിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓസ്ട്രേലിയയുടെ മീറ്റ് ചെയ്യാൻ കുറച്ചധികം കടമകളുണ്ട്. GS നിങ്ങൾക്ക് അറിയാമല്ലോ. അതേസമയം യു കെയുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരാൾ എനിക്ക് ഒരു 30 ലക്ഷം രൂപ തന്നു, അതെൻ്റെ കയ്യിൽ ഒരു മാസം ഉണ്ടെങ്കിൽ എനിക്ക് നേരെ അത് യു കെ യൂണിവേഴ്സിറ്റി മെച്യൂരിറ്റി ഉള്ള ഫണ്ട് മതി. അപ്പോൾ സിമ്പിൾ അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്രയും പാടുപെടുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ടൊക്കെ പാടാണെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും മസിൽ പിടിക്കണ്ട. ഈസി ആയിട്ട് യു കെ ഓപ്ഷനായിട്ട് എടുത്ത് പഠിച്ചോളൂ. അവിടെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് എടുക്കുന്ന സമയം നിങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്ന സമയമല്ലേ, വെറുതെ അങ്ങോട്ട് പഠിക്കുന്നതല്ലോ. ആ കാശ് കിട്ടി ഒരു യു കെയും കണ്ടിട്ട് ഈസി ആയിട്ട് ഓസ്ട്രേലിയ വരുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 2 രാജ്യം കാണുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ആ ഒരു ഇത് മാത്രമല്ല, യു കെ അവരെ നേഴ്സിംഗ് ഡിഗ്രീനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ഈ നേഴ്സിംഗ് പ്രോഗ്രാംസിലേക്ക് ഇപ്പം അധികം എൻറോൾ ചെയ്യുന്നില്ല എന്നാണ് പുതിയൊരു സ്റ്റഡീസ്. ഞാൻ ഒരു ആർട്ടിക്കിൾ കുറഞ്ഞു വരികയാണ്. കാരണം അവർക്ക് അത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. സർപ്രൈസിംഗ് ആയിട്ട് യു കെയിലെ ഏറ്റവും കൂടുതൽ പിള്ളേർ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കാം. യു കെയിലെ ടോപ്പ് 5 കോഴ്സസ് ഓവർസീസ് സ്റ്റുഡൻസ് 2023 തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, ലോയെ, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. പോസ്റ്റ് ഗ്രാജുവേറ്റിലാണെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ബിസിനസ് മാത്രമാണ് ഈ ബാച്ചിലേഴ്സും ഇതെടുക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ കഷ്ടപ്പാടുള്ള ജോലി ചെയ്യാൻ ഇച്ചിരി മടി. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് വേണം, എന്നാൽ അവന് കമ്മ്യൂണിക്കേഷൻ കാണത്തില്ല. ഇവനാണ് ഏജ് കെയർ ജോലി കിട്ടുന്നത് കൂടുതൽ പേർക്കും. അപ്പോൾ ഈ കോഴ്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഈ ബിസിനസ് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാനായിട്ട് നല്ല ഈസിയാണ്. ഈ ബിസിനസ് പ്രോഗ്രാംസ് ആരാ പഠിക്കേണ്ടതെന്ന് അറിയാമോ? നല്ല ലാംഗ്വേജ് കപ്പാസിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത്തും, അല്ലെങ്കിൽ ലാംഗ്വേജ് ഞാൻ പഠിച്ചെടുക്കുമെന്ന് കോൺഫിഡൻസ് ഉള്ളവനോ എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് പഠിക്കാനും യൂറോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനും റീലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ തൽപര കക്ഷികൾക്ക് ഇത് നല്ലതാണ്. അല്ലാതെ നാട്ടിൽ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് എക്സ്പോസ്ഡ് ആവാതെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാൻ മേലാത്ത ആളാണ് ഈ പ്രോഗ്രാമുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ ജോലി ലാൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിനെ അത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈ പ്രോഗ്രാം എടുക്കുന്നുമില്ല, അറിയുന്നുമില്ല. കേരളക്കാരാ എന്തിനാ ഫേമസ്? ലോകത്ത് മുഴുവൻ ഫേമസ് നേഴ്സിംഗ് മേഖലയിൽ ഏറ്റവും കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. നമുക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട്,
നമുക്ക് ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്യാനും സൗമ്യമായി ബിഹേവ് ചെയ്യാനും നല്ല മനസ്സിന് ഉടമകളൊക്കെ തന്നെയാണ് മലയാളികൾ. അതുകൊണ്ടാണ് നേഴ്സിംഗിൽ ഇത്രയേറെ അപ്രിസിയേഷൻ കിട്ടുന്നത്. നമ്മൾ പല രാജ്യങ്ങളിലെ അവാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നേഴ്സിംഗിന് ബെസ്റ്റ് അവാർഡ് കിട്ടുന്നത് മലയാളി നേഴ്സുമാർക്കാണ്. തന്നെ. അപ്പൊ അതെനിക്ക് തോന്നുന്നത് യുകെയുടെ മൊത്തം നെഗറ്റീവ് കാര്യങ്ങളെല്ലാം എല്ലാവരും കേട്ട് പേടിച്ചിട്ട് അങ്ങനെ എടുക്കാതെ പോകുന്നതാണ്. പക്ഷേ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ എപ്പോഴും ഏത് കൺട്രി എടുത്ത് നോക്കിയാലും അതിൽ എപ്പോഴും ഉള്ള തന്നെ ഹെൽത്ത് കെയർ ഫീൽഡ്. അപ്പോൾ ആ പ്രോഗ്രാം എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ണുടച്ചെടുക്കാം, ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നേഴ്സിങ്ങിന് ശരിക്കും ഏറ്റവും നല്ലത് വർക്കിംഗ് കണ്ടീഷൻ. നമ്മളിപ്പം പലരെയും നമ്മുടെ ന്യൂകാസിൽ ചെല്ലുമ്പോഴും വലങ്ങോങ് ചെല്ലുമ്പോഴും ഒക്കെ ഒരുപാട് നേഴ്സിംഗ് കമ്മ്യൂണിറ്റീസിനെ നമ്മൾ സിഡ്നിയിൽ നിന്ന് പോകുമ്പോൾ കാണാറാണല്ലോ അല്ലേ? അതെ. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താണ് ഏറ്റവും നല്ല രാജ്യം അവരുടെ അപ്പോൾ സാലറി വൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് US ആണ്. സാലറി വൈസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ അവർ അവിടുത്തെ ക്ലൈമറ്റ് കാരണം തണുപ്പൊക്കെ ഉള്ള രാജ്യമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ കാരണം ആൾക്കാർ പക്ഷെ അവിടുന്ന് മാറാറില്ല, അവിടെ തന്നെയാണ് കൂടുതൽ. സെക്കൻഡ് ഓപ്ഷനായിട്ട് അവർ എല്ലാവരും നോക്കുന്നത് ഒരു കൺട്രി ഓസ്ട്രേലിയയാണ്. കാരണം ക്ലൈമറ്റ് വൈസും ഒരു പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലേക്കാണ് ആഗ്രഹിക്കുന്നത്. കൂടുതലുള്ള ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സേഫ്റ്റി കൂടുതലായി ബസ്സിലാണ്. പിന്നെ ക്ലൈമറ്റും നല്ല ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലൈമറ്റും വലിയൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ന്യൂ കാസിലൊക്കെ നമുക്ക് അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബറ്റാലിയൻ ആൾക്കാരുണ്ട്, നേഴ്സസ് ആണ്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കാരണം എല്ലാവരും ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുമായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല, മടുപ്പ് തോന്നും. സെയിം വെതർ കണ്ടീഷനാണ് UK-യും അയർലൻഡും ഒക്കെ. എക്സ്ട്രീം കോൾഡുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ മോശമാണെന്നല്ല പറയുന്നത്, അതിനേക്കാളും ബെറ്ററാണ് ഓസ്ട്രേലിയ എന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ഇപ്പോൾ ഓസ്ട്രേലിയ നമുക്ക് പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്നില്ല, പാടാണ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാൻ ഫണ്ട് വേണം, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോക്യുമെൻസിന് പിന്നാലെ ഓടി സമയം കളയുന്നതിനേക്കാളും ഒരു പക്ഷേ നല്ലത് UK-യിലെ നഴ്സിംഗ് പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യുന്നതാണ്. ഇനി IELTS ക്ലിയർ ആവാത്ത ഒത്തിരി കുട്ടികളെ നമുക്കറിയാം. ഇപ്പോൾ PT ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിൽ PT ആണ് എഴുതുന്നത്, കൂടുതൽ എളുപ്പമായതുകൊണ്ട്. പക്ഷെ അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ IELTS എഴുതിയാലും UK-ക്ക് പോകാം. പക്ഷേ IELTS എഴുതാതെ UK-ക്ക് പോകാം. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ വരുന്നത്. ഏകദേശം 19ഓളം യൂണിവേഴ്സിറ്റീസ് IELTS ഇല്ലാണ്ട് തന്നെ പോകാൻ പറ്റുന്ന നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരൊന്ന് പറയാം. നമ്മുടെ എഡിറ്റർ സ്ക്രീനിൽ അത് മിന്നിച്ച് കാണിക്കുന്നതായിരിക്കും. ബക്കിംഗ്ഹാംഷയർ യൂണിവേഴ്സിറ്റി, മിഡിൽസെക്സ്, റോഹാംപ്ടൺ, പോർട്സ്മൗത്ത്, ഹെഡ്ഫോർഷയർ, ബെഡ്ഫോർഷയർ, യൂണിവേഴ്സിറ്റി ഓഫ് സറേ, ഈസ്റ്റ് ആംഗ്ലിയ, വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഓക്സ്ഫോർഡ് ബ്രൂക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെർലിംഗ്, മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച്, കീൽ യൂണിവേഴ്സിറ്റി, സാൽഫോർഡ് യൂണിവേഴ്സിറ്റി, നോർത്ത്ഹാംപ്ടൺ യൂണിവേഴ്സിറ്റി, ബർമിംഗ്ഹാം, ഡെർബി, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ബർമിംഗ്ഹാം. ഇത്രയുമാണ് 19 ഓപ്ഷൻസ്. ഇത് പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻസ്. ഇനി പോപ്പുലർ അല്ലാത്ത വേറെ കുറേ ഓപ്ഷൻസും ഉണ്ട്, പക്ഷേ ഇതൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കോളേജസ് കൂടി യൂണിവേഴ്സിറ്റിയും കൂടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ 19 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹോല വേൾഡ് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ ഇടാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കാം. UK-ക്ക് നല്ല അടിപൊളി ടീം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് സൂപ്പറാക്കാനും സുതാര്യമായി നടത്താനും നമ്മളെ കൊണ്ടാവും. അടുത്ത പോയിന്റ് VFS അപ്പോയിൻമെൻ്റ് ആണ്. VFS അപ്പോയിൻമെൻറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? UK-യുടെ സ്റ്റുഡൻറ്റ് വിസ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം VFS-ലെ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കണം. അവിടെ ഇൻ പേഴ്സൺ നമ്മൾ അവിടെ എത്തി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. ഇപ്പം കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് നമുക്ക് നാട്ടിൽ കൊച്ചിയിൽ VFS-ൻ്റെ സെൻറ്ററുണ്ട്. അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോൾ ഇന്ന് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് വേണമെങ്കിൽ VFS അപ്പോയിൻമെൻറ്റ് വെയിറ്റിംഗ് പീരീഡ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹോലവേൾഡിനെ കുട്ടികളെ VFS അപ്പോയിൻമെൻറ്റിന് ശേഷം ഞങ്ങളെ താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതെ, അതിലെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം VFS-ൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തന്നെ ലോഡ് ചെയ്യും. കാരണം ഒന്നും അവർ തിരിച്ച് ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇൻ കേസ് ഒരു സേഫ്റ്റിക്ക് ഞാൻ അവർ ചോദിച്ചെന്ന് വിചാരിച്ച് കുറച്ച് അഡീഷണൽ വേണ്ടെന്ന ബാക്കി അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് നമ്മൾ അവരുടെ അടുത്ത് VFS അപ്പോയിൻമെൻറ്റിൽ കൊടുത്തു വിടാറുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വരാത്ത ഏജൻസിയിലെ കുട്ടികൾ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഡോക്യുമെൻ്റ് വീട്ടിൽ നിന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ കൊടുത്തു വിട്ടാൽ അങ്ങനെ ഡിലേ തരുന്നുണ്ട് അവരുടെ ക്ലിയർ ആവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അവരനുഭവിക്കുന്ന ടെൻഷൻ കാണുമ്പോൾ ഹോലവേൾഡിലെ കുട്ടികൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഒരു താങ്ക് യു മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ അവരറിയുന്നില്ല, അങ്ങനെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നല്ല VFS അപ്പോയിൻമെൻറ്റ് വളരെ സ്മൂത്ത് ആയിരിക്കും. അതെ. അടുത്തത് നമ്മുടെ കുട്ടികൾക്ക് ഡിഫർ ചെയ്യേണ്ട ആവശ്യം വരാറില്ല, ഒരു ഇൻടേക്ക് മിസ്സാവാറില്ല. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതായത് ചിലപ്പോൾ സീറ്റ് അവൈലബിലിറ്റി കാരണം ഓരോ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകിച്ച് ഈ നേഴ്സിംഗ് പ്രോഗ്രാംസിൻ്റെ ഒക്കെയാണ് കോട്ട തീർന്നതിന് കാരണം ചിലപ്പം ചില കുട്ടികൾക്ക് അടുത്ത ഇന്ത്യയിലേക്ക് ഡെഫർ ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. UK-യുടെ കേസ് നമുക്കൊരു അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം +2 പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഇന്ത്യക്ക് സെപ്റ്റംബർ ഇൻടേക്കാണ്. സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇപ്പോഴേ
ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും വരുന്നത്. കാരണം നിങ്ങൾ +2 ഇതുവരെ പാസ്സായിട്ടില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം അഡീഷണൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്? ഫാക്കൽറ്റിയുടെ ഫാക്കൽറ്റിയുടെ ഇൻ്റർവ്യൂ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഡിഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അതിൻ്റെ ഒരു കാരണം UK-ൽ ഇത്ര ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആപ്ലിക്കേഷൻ പോകുന്നു. അപ്പം നമ്മളൊരു ഡേറ്റ ഡ്രിവൺ കമ്പനിയാണ് ഹോല വേൾഡ്. അപ്പോൾ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്ക് എടുക്കുന്ന സമയം അറിയാം. ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നിയാൽ നമ്മൾ ബാക്കപ്പ് ഓപ്ഷൻസിൽ ഞങ്ങൾ ഉസ്താദുമാരാണ്. അപ്പം ചിലപ്പോൾ കുട്ടികളോട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴേ പറഞ്ഞ് ഞങ്ങളിത് ഇടുവാണ് ഇതെന്ന് പറയാം. അത് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടാറുണ്ട്. അത് ഞങ്ങളുടെ നോളജ് വെച്ചിട്ടാണ്. അങ്ങനെ ഇടുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഡിഫർ ആവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ ഈയിടെ ഇട്ടിട്ട് 100% വിസ സക്സസ് മാത്രമല്ല ഒരു കുട്ടികൾക്ക് ഒരു ഇൻടേക്ക് ഡിഫർ ആവാതെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഞങ്ങളൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ ഫെബ് ഇൻടേക്കിലെ ഒരു കുട്ടി പോലും ഡെഫർ ചെയ്യേണ്ടി വന്നില്ല. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. അത്രയും മെറ്റിക്കുലസ് പ്ലാനിങ് ഞങ്ങളുടെ ടീം ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അത് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അനൂസ്. അതുപോലെ നമ്മുടെ UK സ്റ്റുഡൻസിന്റെ ആരുടെ ഇതുവരെ നമുക്ക് ഡെഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. വിസ റിജക്ഷനും വന്നിട്ടില്ല. അതെ. ഓക്കെ, അടുത്തൊരു പോയിന്റിലേക്കാണ് ലീഡ് ചെയ്തത്. അത് ഏതായിരുന്നു ആ പോയിന്റ്? നമ്മളെ കണ്ടീഷണൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും +2 ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അതെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പലർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റി. കാരണം ഇവിടെ UK-ൽ ഒരു കാര്യമുണ്ട്. മേജർ ഇൻടേക്ക് സെപ്റ്റംബർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ അവിടുത്തെ ഫാക്കൽറ്റിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് ക്ലിയർ ആകുന്നത്. കാരണം നമുക്കറിയാം LTS വേവറും അങ്ങനെ പല ഇതുണ്ട്. ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ റിലാക്സ്ഡ് ആയതുകൊണ്ട് ശരിക്കും അവർക്കൊന്ന് നോക്കണം ഈ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പഠിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഫാക്കൽറ്റിക്ക് വിട്ടിട്ട് ബാക്കി റൂൾസൊക്കെ റിലാക്സ് ചെയ്തേക്കുക. ഓസ്ട്രേലിയയിൽ ഇങ്ങനൊരു കടമ്പയില്ല. കാരണം ബാക്കി റൂൾസ് എല്ലാം ഹൈ ആയതുകൊണ്ട് ഒരു ലെവൽ ഓഫ് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ വരാൻ പോകുന്നതിന് കോമൺ സെൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ റൗണ്ട് വെക്കുന്നത്. പക്ഷേ ഈ റൗണ്ടിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് നല്ല ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ സ്മാർട്ടായിട്ട് ചെയ്യേണ്ടത്? നേരത്തെ തന്നെ പ്രഡിക്റ്റഡ് സ്കോർ കാർഡ് വെച്ചിട്ട് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുത്ത് ഈ അപ്പോയിൻമെൻറ്റിന് വേണ്ടി നേരത്തെ ആപ്ലിക്കേഷൻ ഇട്ട് വെക്കുക എന്നുള്ളതാണ് സ്മാർട്ട് മൂവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൻ്റെയൊക്കെ മിസ്സാകും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷം പാസ് ഔട്ടാകുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിപ്പോൾ സെപ്റ്റംബറിലേക്ക് എൻറോൾ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഡിഫർ ആവുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളത് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, വിസയുടെ പൈസ, വിസയ്ക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം April 9 തൊട്ട് ന്യൂ പ്രൈസാണ് 524 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ 490 ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ ആ ഫീസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഹോല വേൾഡിൻ്റെ സ്റ്റുഡൻസിന് ഈ ഒരു പൈസയെ പോകുന്നുള്ളൂ. 524 കൊടുത്താൽ മതി. അതായത് UK-ക്ക് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് വിസ പ്രോസസ്സിംഗ് ഉണ്ട്. അതൊരു ഏകദേശം ഒരു 1 മന്ത് വരെ എടുത്തേക്കാം അപ്രോക്സിമേറ്റ്ലി. അതുപോലെ തന്നെ പ്രയോറിറ്റി വിസയുണ്ട്. പ്രയോറിറ്റി വിസ എന്ന് വെച്ചാൽ നമ്മുടെ വിസയുടെ ഔട്ട്കം വിത്തിൻ എ വീക്ക് വരും. അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മൾ ഫീസ് കൊടുത്തിട്ടാണ് ആ ഒരു പ്രയോറിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കൂടാണ്ട് സൂപ്പർ പ്രയോറിറ്റി വിസ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും 1 ഡേ കൊണ്ട് നമുക്ക് വിസയുടെ ഔട്ട്കം വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻടേക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ്, ക്ലാസ് തുടങ്ങാൻ ഇനി 2-3 ദിവസമൊക്കെ ഉള്ളുവെങ്കിൽ നമ്മൾ ആ സമയത്ത് ഈ സൂപ്പർ പ്രയോറിറ്റി വിസ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫാക്കൽറ്റി ഇൻ്റർവ്യൂ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ അവസാനം VFS അപ്പോയിൻമെൻറ്റും കഴിഞ്ഞെല്ലാം ക്ലിയർ ആയി വരാൻ സമയം പോകും. അതിനാണ് വലിയ വില കൂടുതൽ. എത്രയാണ് ആ വില വരുന്നത് പറയുക? എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത് 1000 പൗണ്ട് വരെ പോകുന്ന കുട്ടികളുണ്ട്. 10,000 രൂപയാണ് അതിൻ്റെ വില. അത് മനസ്സിലാക്കുക. നല്ലൊരു ഏജൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1,10,000 നിങ്ങൾക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാം. 110 രൂപയാണ്. അപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ വരും. അതെ, അതായത് 110 ആണെങ്കിൽ 110 ഇൻറ്റു 1000 പൗണ്ട് എത്രയാണെന്ന് നോക്കിക്കുക. അതാ 1,10,000 വില വരുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് വിസ ആണെങ്കിലും വിത്തിൻ എ വീക്ക് ഔട്ട്കം വരുന്നുണ്ട്. അത് 7 ദിവസം കൊണ്ട് നമുക്ക് വരുന്നുണ്ട് വിസ വിത്തിൻ എ വീക്ക്. അതാണ് നിങ്ങൾ വരുന്നത് മാക്സിമം കേട്ടോ. കാരണം മിക്കവരുടെയും 2 ഡേയ്സ് 3 ഡേയ്സ് കൊണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അത്ര. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം, യൂണിവേഴ്സിറ്റി സെലക്ഷന് നല്ല അറിവുള്ളവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് QS റാങ്കിങ് ബൈ സബ്ജക്റ്റ്, QS റാങ്കിങ് ഇതും ഫീസും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ വേറൊരു കോട്ടയോ ടാർഗറ്റോ മീറ്റ് ചെയ്യുന്ന ഒരു ആ രീതിയിലല്ല ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ്, ഞങ്ങൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഏജൻസിയാണ്. ഞങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ഏജൻസി അല്ല. ഞങ്ങൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജൻസിയാണ്. അതിന് കാരണം ഞാനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ആ പെയിൻ ഏകദേശം അറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഹോല വേൾഡ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ഇത് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതല്ല. ഇവിടെ സ്റ്റുഡൻസിന് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്തായിരുന്നു?
മോക്ക് ഇന്റർവ്യൂസ് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു IELTSന്റെ വേവറൊക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഒരു 90% ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. കാരണം കുട്ടി ഇംഗ്ലീഷിലായിരിക്കുമല്ലോ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അത് ഇയാൾക്ക് പഠിക്കാൻ പറ്റുമോ, ലാംഗ്വേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ അവർ ഒരു നടത്തും. ഒരു പ്രഷർ ഇന്റർവ്യൂ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ആദ്യമായിട്ട് ചെന്ന് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്ലിയർ ആയിന്ന് വരത്തില്ല. നമ്മളുടെ ടീമിൽ മോക്ക് ഇന്റർവ്യൂ നടത്താനായിട്ട് എക്സ്പേർട്സ് ഉണ്ട്. അപ്പം നമ്മുടെ ലാംഗ്വേജ് ലാബിന് നന്ദി പറയണം. ഹോല ലാംഗ്വേജ് ലാബ് ഇവിടെ ഞങ്ങളുടെ PT കോച്ചിങ്, IELTS കോച്ചിങ്, TOEFL കോച്ചിങ്, SOP റൈറ്റിംഗ്, ഇതൊന്നും കൂടാതെ മോക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റ് നടത്താനും അവർ റെഡിയാണ്. നമ്മുടെ GS ടീമും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂസിലൂടെ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് ഈ എക്സാംസ്, ഈ ഒരു ശരിക്കുള്ള ഇൻ്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ ഫെയിൽ ആവാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അടുത്ത മോക്ക് ഇൻ്റർവ്യൂ തരും. അങ്ങനെ മൾട്ടിപ്പിൾ മോക്ക് ഇൻ്റർവ്യൂ, അതായത് പറഞ്ഞു തരും. ഒരു പേരിന് വേണ്ടി മോക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റ് നടത്തുന്നതല്ല ഞങ്ങളുടെ രീതി. കുട്ടികൾ പ്രാപ്തരാവുന്നത് വരെ ഞങ്ങൾ മോക്ക് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീം സജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പല ഏജൻസികൾ ലാക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏജൻസി മോക്ക് ഇൻ്റർവ്യൂസ് തരുന്നുണ്ടോ, വിസ ഗ്രാൻസ് എത്ര പെട്ടെന്ന് വരുന്നുണ്ട്, അവരുടെ വിസ സക്സസ് റേറ്റ് എത്രയാണ്, പിന്നെ QS റാങ്കിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ, നേരത്തെ തന്നെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് തരുന്നുണ്ടോ ഫാക്കൽറ്റിയുമായിട്ട്, പ്രെഡിക്റ്റഡ് സ്കോർ കാർഡ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഇടാൻ റെഡിയാണോ, അതിനെപ്പറ്റി അറിവുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഏജൻസിയിലാണ് എന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് വേറൊരു വൻ ഓഫർ കൂടിയുണ്ട്. ലെവൽ സ്റ്റുഡൻസിന് SOP റൈറ്റിങ്ങിൻ്റെ സർവീസ് അത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരുവാണ്. പൈസയൊന്നും മേടിക്കുന്നില്ല. UK കേട്ടോ, ഓസ്ട്രേലിയക്ക് അങ്ങനെ ആയിട്ടില്ല. പക്ഷേ UKയുടെ SOP റൈറ്റിങ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഞങ്ങൾക്ക് 1-2 മണിക്കൂർ മതി. നിങ്ങൾ തരുന്ന ഇൻപുട്സ് വെച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ആ സാധനം നമ്മൾ വളരെ പെട്ടെന്ന് ലോഡ് ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം SOP റൈറ്റിങ് ഫ്രീ ആണ്. നിങ്ങൾക്ക് കാരണം ചിലപ്പം കുട്ടികൾ തന്നെ എഴുതി തരുന്ന SOP ആണെങ്കിൽ കറക്ഷൻസ് വരാറുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അതിന് പിന്നെ കറക്ഷൻസ് എല്ലാം അത് റെഡിയാക്കി തിരിച്ചു പ്രമുഖമായ ഒരു ഏജൻസിയിൽ UK തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ ഞാൻ മനസ്സിലാക്കിയത് 3 ആഴ്ച എടുത്തിട്ടാണ് അതിൻ്റെ SOP യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നമുക്ക് പറഞ്ഞ് പിന്നെയും തിരിച്ചു വരുന്ന നമ്മുടെ UKയുടെ വന്നിട്ടേ ഇല്ല. അതെ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ചെയ്യുന്ന പരിപാടികൾ നമുക്കറിയാം. അപ്പോൾ ധൈര്യമായിട്ട് ഹോല വേൾഡിനെ നിങ്ങളുടെ UK എൻക്വയറീസുമായിട്ട് സമീപിക്കുക. ഓസ്ട്രേലിയയെ ഞങ്ങൾ ഇന്ന് എത്ര ശക്തമാണ് അതുപോലെ തന്നെ UKയിലും ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം UKയിൽ ഒരുപാട് മിസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കുട്ടികൾക്ക് പോകാൻ പറ്റിയൊരു നല്ല സ്റ്റഡി ഡെസ്റ്റിനേഷനാണ്. അത് ഏതൊക്കെ മേഖലയിലാണ്, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റൊക്കെ നോക്കി ഞങ്ങളുടെ എക്സ്പെർട്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് Just signing out from Hola World YouTube channel.